സലാം ബൈത്തിൻ്റെ 3 വരികളുടെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് ശേഷമുള്ള 5 വരികളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അസ്സലാമു അലൈക അഹ്മദു യാ ഹബീബി. എൻ്റെ പ്രിയപ്പെട്ട അഹ്മദ് നബിയെ, അള്ളാഹുവിൻ്റെ രക്ഷ അങ്ങയിലുണ്ടാവട്ടെ. എൻ്റെ പ്രിയങ്കരരായ അഹ്മദ് നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഹ്മദ് എന്നും പേരുണ്ടല്ലോ, മുഹമ്മദ് എന്നുണ്ട്, അഹ്മദ് എന്നും പേരുണ്ട്. അപ്പോൾ ഇവിടെ വിളിച്ചു പറയാണെന്ത്? എൻ്റെ പ്രിയങ്കരരായ എൻ്റെ പ്രിയപ്പെട്ട അഹ്മദ് നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. പിന്നെ അസ്സലാമു അലൈക ത്വാഹ യാ ത്വബീബി. എന്നെ ആത്മീയ രോഗങ്ങളെ തൊട്ട് ചികിത്സിക്കുന്ന, നേർവഴി കാണിക്കുന്ന പരിശുദ്ധരായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അഥവാ ഹൃദയത്തിന് ബാധിക്കുന്ന പല രോഗങ്ങളുണ്ട്, അസൂയ, അഹങ്കാരം. ഇതിൽ നിന്നൊക്കെ എന്നെ ചികിത്സിച്ച് നേർമാർഗത്തിലാക്കുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. അപ്പോൾ എനിക്ക് ആത്മീയമായി പുരോഗതി ഉണ്ടാവാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളൊക്കെ ചികിത്സിച്ച് എന്നെ പരിശുദ്ധരാക്കുന്ന, എന്നെ നേർവഴിയിലാക്കുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. അഥവാ നബി തങ്ങളുടെ ഉപദേശങ്ങൾ അല്ലേ, അസൂയയിലും കിബറിലൊക്കെ പറ്റി, അതിനൊക്കെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നമുക്ക് ഓരോ ഉപദേശങ്ങൾ തന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നന്നാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന, എന്നെ നേർവഴിയിലാക്കുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. ഇനി അസ്സലാമു അലൈക അഹ്മദു യാ മുഹമ്മദ്. അഹ്മദ്, മുഹമ്മദ് നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അഹ്മദും മുഹമ്മദുമായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അപ്പോൾ നബി തങ്ങളെ 2 പേരും കൂടി ഇവിടെ പറയാണ്, അഹ്മദ് എന്നും പിന്നെ മുഹമ്മദ് എന്നും. നബി തങ്ങളെ ആകാശത്തും ഭൂമിയിലൊക്കെ അഹ്മദ്, മുഹമ്മദ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ പേര് ഇവിടെ എടുത്ത് പറഞ്ഞിട്ട് പറയാണ്, അള്ളാഹുവിൻ്റെ രക്ഷ നബിയെ തങ്ങൾക്കുണ്ടാവട്ടെ, അങ്ങനത്തെ നബിയെ. ഇനി അസ്സലാമു അലൈക ത്വാഹ യാ മുമജ്ജദ്. പരിശുദ്ധരായ ആദരിക്കപ്പെടുന്നവരായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. പരിശുദ്ധരായ നബിയാണ്, അതുപോലെ ആദരിക്കപ്പെടുന്ന നബിയാണ്. എല്ലാവരും ആദരിക്കുന്ന നബിയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആദരിക്കുകയും വേണം. അങ്ങനത്തെ നബിയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ കഹ്ഫൻ വമാ ഖുസദ്. അഭയവും ലക്ഷ്യവുമായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അഭയവും ലക്ഷ്യവുമായ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ നമുക്ക് കിട്ടാൻ നമ്മൾ അഭയം തേടുന്നത് ആരിലേക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണല്ലോ. എല്ലാ പ്രവാചകന്മാരെടുത്തും നമ്മൾ പോകും. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയൂലേ, അവസാനം ആരെ ഏറ്റെടുക്കുക? നമ്മൾ സമാധാനത്തിൽ ഏറ്റെടുക്കുന്ന ആരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മളെ സമാധാനിപ്പിക്കുന്നത്, ഏറ്റെടുത്ത് നമ്മളെ സമാധാനിപ്പിക്കുന്നത്. അപ്പോൾ അഭയസ്ഥാനമാണ്, നമുക്ക് ഓടിച്ചെല്ലാനുള്ള സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനത്തെ നബിയെ, ഷഫാഅത്ത് ചെയ്യുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന്. അസ്സലാമു അലൈക യാ ഹുസ്നൻ തഫറദ്. എല്ലാ ഭംഗിയുള്ളവരിലും ഏറെ ഭംഗിയുള്ളവരായ നബിയെ,
അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉള്ള സൗന്ദര്യം പകുതിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് മുഴുവൻ സൗന്ദര്യവും നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ളത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കഴിഞ്ഞു പോയവരിലും ഇനി ജനിക്കാനിരിക്കുന്നവരിലൊക്കെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ആര് തന്നെയാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹു അങ്ങനെ കൊടുത്തതാണ്, അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള നബിയെ, അള്ളാഹുവിൻ്റെ രക്ഷ അങ്ങയിലുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി ദോഷങ്ങൾ മായ്ച്ചു കളയും. അങ്ങനത്തെ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം എന്ത് ചെയ്യും? ദോഷങ്ങൾ മായ്ച്ചു കളയും. അപ്പോൾ നമുക്ക് പാപങ്ങളുണ്ട്, ആ ദോഷങ്ങൾ പൊറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടാൽ നമ്മുടെ പാപങ്ങൾ അത് കാരണം പൊറുക്കും. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, മദ്ഹ് ചൊല്ലിയാൽ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിഷയത്തിൽ ശുപാർശ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ദോഷങ്ങൾ മായ്ച്ചു കളയാൻ അത് കാരണമാകുന്നുണ്ട്. നബി തങ്ങൾ ഇടപെട്ടാൽ തന്നെ നമ്മുടെ വിഷയത്തിൽ നബി തങ്ങൾ ഇടപെട്ടാൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു തആല പുറത്തു തരും. അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി പ്രയാസങ്ങളെ അകറ്റിക്കളയും. അങ്ങനെയുള്ള നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി എന്ത് ചെയ്യും? യാ ജാലിൽ ഖുറൂബി, പ്രയാസങ്ങൾ, കർബ്, ഖുറൂബ്, പ്രയാസങ്ങൾ അകറ്റിക്കളയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി എന്ത് ചെയ്യും? നമ്മുടെ പ്രയാസങ്ങളൊക്കെ അകറ്റിക്കളയും. നബി തങ്ങൾ ജീവിതകാലത്താണെങ്കിൽ നേരിട്ട് പോയി പറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരും. അതുപോലെ ഇപ്പോൾ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടതുപോലെ സ്നേഹിച്ചാൽ, വേണ്ടതുപോലെ നബി തങ്ങളിലേക്ക് നമ്മൾ അടുത്താൽ, സ്വലാത്ത് ചൊല്ലിയും അവിടുത്തെ സുന്നത്തുകളൊക്കെ ചെയ്തൊക്കെ നമ്മൾ നബി തങ്ങളെ യഥാർത്ഥത്തിൽ അനുസരിച്ചാൽ നബി തങ്ങൾ നമ്മളുടെ ആത്മീയമായ പുരോഗതിക്കും അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ തീരാനൊക്കെ നബി തങ്ങൾ ഇടപെടും എന്നുള്ളതാണ്. അതുപോലെ അസ്സലാമു അലൈക യാ ഖൈറൽ അനാമി. സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഗുണവാനായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ഖൈറൽ അനാം എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന നബി അല്ലേ? എല്ലാ ജനങ്ങളോടും ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളോടൊക്കെ ഗുണം ചെയ്യുന്ന നബിയാണ് ആര്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും ഗുണം ചെയ്യുന്ന, എല്ലാവർക്കും ഗുണം ആഗ്രഹിക്കുന്ന നബിയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ്റി പറയാണ്, ഏറ്റവും ഗുണം ചെയ്യുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ബദ്റത്തമാമി. പൂർണ്ണ ചന്ദ്രനായ തിരുനബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങളുടെ സൗന്ദര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം അത് പൂർണ്ണ ചന്ദ്രനോട് ഉപമിക്കുകയാണ് ഇവിടെ. അപ്പോൾ പൂർണ്ണ ചന്ദ്രനായ തിരുനബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ഒരു കുറവുമില്ലാത്ത, ഒരു പോരായ്മയും ഇല്ലാത്ത നബിയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഇതിൽ ഒക്കെ പറയുന്നത്. അപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മൗലിദ് അതാണല്ലോ, മദ്ഹാണല്ലോ, നബി തങ്ങളെ പുകഴ്ത്തി പറയാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കേട്ട് അല്ലേ, നബി തങ്ങളെ മദ്ഹ് കേട്ട്, അതിന് പ്രതിഫലമുണ്ട്. ഞാനത് പറഞ്ഞു, അതിന് പ്രതിഫലമുണ്ട്. ഇനി ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ, അവർ കേട്ടാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും, എനിക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.